എൽമാസ് ടൈലറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അനാർക്കലി ചുരിദാറിൻ്റെ കട്ടിംഗ് വീഡിയോ ആണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ യോക്ക് പാർട്ടിൽ നമ്മൾ പ്രിൻസസ് കട്ടും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. 43 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് തുണി. തുണിക്ക് അതായത് വീതി കൂടുതലുള്ള തുണിയാണ്. ഇത് 43ഓളം വീതിയുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ശരീരത്തിൽ നിന്ന് എടുത്ത അളവാണ്. അപ്പോൾ ഇതിൻ്റെ ഇറക്കം 43, വണ്ണം ചെസ്റ്റ് വണ്ണം 34, വേസ്റ്റ് വണ്ണം 31, ഹിപ്പ് വണ്ണം 36 ഇങ്ങനെയാണുള്ളത്. പിന്നെ അതിൻ്റെ കഴുത്തിറക്കം 5.25 കൈ ഇറക്കം ഫുള്ളാണ്, അതായത് 20 ഇഞ്ച്. അപ്പം അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് താഴത്തെ ഞൊറിയിടേണ്ട ഭാഗമാണ് കട്ട് ചെയ്യേണ്ടത്. 43 നമുക്ക് ടോട്ടൽ ഇറക്കം വേണം. അപ്പോൾ നമ്മൾ മുകളിൽ യോക്ക് പാർട്ടിന് 14 ഇഞ്ച് ഇറക്കം എടുക്കുന്നതുകൊണ്ട് തന്നെ താഴെ നമ്മൾ 30 ഇഞ്ചാണ് നീളം എടുക്കുന്നത്. നമുക്ക് വീതിയിൽ മടക്കി തയ്ക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ 30-31 ഇഞ്ച് നമുക്ക് ഇറക്കം താഴത്തെ പാർട്ടിന് വേണം. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിയർ ആക്കാം. നമുക്ക് താഴ്വശം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഇറക്കം പിടിക്കാം. അനാർക്കലിയുടെ ഫുൾ ഇറക്കം 44. അതുകൊണ്ട് തന്നെ നമ്മൾ യോക്ക് പാർട്ടിൻ്റെ ഇറക്കം കഴിഞ്ഞിട്ടുള്ള ബാക്കി നമ്മൾ താഴെ നമുക്ക് ഞൊറിയിടാനുള്ള പീസായിട്ട് എടുക്കണം. അപ്പോൾ 14 ഇഞ്ചാണ് യോക്ക് പാർട്ടിൻ്റെ ഇറക്കം വരുന്നത്. അപ്പോൾ നമ്മൾ 32 ഇഞ്ച് ഇറക്കത്തിനായിട്ട്, അതായത് ഞൊറിയിടാനുള്ള പീസിനായിട്ട് നമ്മൾ ഇറക്കം എടുക്കുകയാണ്. നമുക്ക് ശരിക്കും തയ്ച്ച് തീരുമ്പോൾ 29 കിട്ടിയാൽ മതി. നമ്മൾ 3 ഇഞ്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കണം. ബാക്കി നമുക്ക് ഇവിടുത്തെ തയ്യൽ തുമ്പ് വേണം. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നേരെ നമ്മൾ മുറിച്ചിട്ട് നമ്മൾ ഞൊറിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒപ്പം നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്യണം. ലൈനിങ് നമുക്ക് ക്രേപ്പാണ്, ക്രേപ്പിൻ്റെ തുണിയാണ് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അത് നമുക്ക് നമ്മളിപ്പോൾ എടുത്ത ഇറക്കത്തേക്കാൾ 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് അതും കട്ട് ചെയ്തെടുക്കാം. 32 എടുത്തത്. അപ്പോൾ ഇതിന് നമ്മൾ 31 എടുക്കണം. അപ്പോൾ നമുക്ക് അടിവശം ഒന്ന് ക്ലിയർ ചെയ്യാം. നമുക്ക് ഈ മെയിൻ പീസ് വെച്ചിട്ടാണെങ്കിലും മുറിക്കാം, അല്ലെങ്കിൽ നമുക്ക് അളന്നിട്ടായാലും മുറിക്കാം. മെയിൻ പീസ് വെച്ചിട്ടാണ് മുറിക്കുന്നതെങ്കിൽ നമ്മൾ 1 ഇഞ്ച് ഇത് താത്തിയിടുക. ഇതുണ്ടോ, 1 ഇഞ്ച് താത്തിയിടുക. അല്ല നമ്മൾ അളന്നിട്ടാണെങ്കിൽ നമ്മൾ 31 ഇഞ്ച് ഇത് കറക്റ്റ് നമ്മൾ 31 ഇഞ്ച് അടയാളപ്പെടുത്തുക. മെയിൻ പീസിനേക്കാളും നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ടാണ് ലൈനിങ് കട്ട് ചെയ്യുന്നത്. നമ്മളതും മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യോക്ക് പാർട്ട് കൈ ആണ് കട്ട് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ അടിച്ചത് അനാർക്കലി സൈഡ് ഓപ്പൺ ആയിരുന്നു. ഇത് സൈഡ് ഓപ്പൺ അല്ല. ഇനി നമുക്ക് കൈയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മളതിന് നീളത്തിൽ 4 മടക്കും. നമുക്ക് ഈ എംബ്രോയിഡറി കിട്ടുന്നത് പോലെ നമ്മൾ ഈ വെള്ളം വരുന്ന വശം നമ്മൾ പുറത്തേക്ക് ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ എംബ്രോയിഡറി നമുക്ക് കൈക്ക് കിട്ടുന്ന പോലെ നമ്മൾ 4 മടക്കിയിട്ടു. അതിനുശേഷം നമുക്ക് കൈയുടെ ഇറക്കം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 20 കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ 2 ഇഞ്ച് കൂടുതലിട്ടു. ഇപ്പോൾ 22 നമുക്ക് അടയാളപ്പെടുത്തി പറ്റി. നമ്മൾ 22 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചിൻ്റെ ചെസ്റ്റ് വണ്ണം 34,
അതുകൊണ്ട് നമ്മൾ 3.5 മൃഗാള ഇറക്കമായിട്ട് കൊടുത്തു. അതിന് ശേഷം നമുക്ക് കൈവണ്ണം അവരുടെ 14 നമ്മൾ 7 ഇഞ്ച് ഇവിടെ എടുത്തു. അടിവശത്ത് 9 ഇഞ്ചാണ്, അപ്പോൾ 4.5 ഇഞ്ച്. അപ്പോൾ നമുക്കിതൊന്ന് വരച്ചെടുക്കാം. നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. നമ്മൾ കൈ വരച്ചു. ഇനി നമ്മളിതിന് പഫ് കൈയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1.5 ഇഞ്ച് ഇതിൻ്റെ കൂടെ ഇടണം. മുകളിലേക്ക് ഞുറുക്കിയുള്ളത് ഒരു 1.5 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടു. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ കൈയുടെ വരയ്ക്കൽ കഴിഞ്ഞ് നമുക്ക് ഷേപ്പ് ചെയ്തൊന്ന് വരച്ചും കൂടെ എടുക്കാം. കൈ ഇല്ലെങ്കിൽ നല്ല ലൂസായി പോകും. അതുകൊണ്ട് നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് തയ്യൽത്തുമ്പ് കൊണ്ടിടാം. അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. വെള്ള ആയതുകൊണ്ടാണ് ഞാൻ അധികം തെളിച്ച് വരയ്ക്കാത്തത്. നാളെ സെൻഡ് ഓഫിന് ഇടേണ്ടതുമാണ്. നമുക്ക് കട്ട് ചെയ്യാം. ഇത്രയും നമ്മൾ ഞൊറി കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് പൊക്കിയെടുത്ത് നമ്മൾ ഞൊറിയായിട്ട് കൊടുക്കും. അപ്പം ഇതിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് യോക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ പുറകും മുന്നും സെപ്പറേറ്റ് ഇട്ടാണ് വെട്ടുന്നത്. കാരണം നമ്മൾ ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ് കട്ട് ചെയ്യുന്നത്. 34ൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടുന്നു, 38 വന്നു. അപ്പോൾ 38നെ 4 ഭാഗിച്ചിട്ട് നമുക്ക് ചെസ്റ്റ് വണ്ണം കണക്കാക്കണം. ഇറക്കം നമുക്ക് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ഇറക്കത്തിനായിട്ട് കൂട്ടിയിടണം. കാരണം ഇവിടുത്തെ 1/2 ഇഞ്ചും ഇവിടുത്തെ 1/2 ഇഞ്ചുമായിട്ട് നമ്മൾ 15 ഇഞ്ച് ഇട്ടു. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 14 കിട്ടണം. നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണമാണ് 38 ചെസ്റ്റ് വണ്ണം, അതായത് 34 + 4 നമുക്ക് 9.5 ചെസ്റ്റ് വണ്ണത്തിനായിട്ട് കിട്ടേണ്ടത്. 38ൻ്റെ 4 9.5. അപ്പോൾ നമ്മൾ ഇറക്കം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ചെസ്റ്റ് വണ്ണം 9.5. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഷോൾഡർ. ഇവരുടെ ഷോൾഡർ 14. അപ്പോൾ ഇവർക്ക് കഴുത്തിറക്കം വരുന്നത് പുറകിൽ 5 ഇഞ്ചാണ്. മുന്നിൽ നമുക്ക് 5.25 വരുന്നുണ്ട്. പുറകിൽ നമുക്ക് 5 വരുന്നത്. അതുകൊണ്ട് 14 ഷോൾഡറിൽ നമ്മൾ 1.5 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പോൾ 14ൽ നിന്ന് 1.5 പോകുമ്പോൾ നമുക്ക് 12.5 വരുന്നത്. 12.5യുടെ പകുതി 6.25 നമ്മൾ ഷോൾഡറായിട്ട് അടയാളപ്പെടുത്തി. അപ്പോൾ ഇനി കഴുത്തകലം നമുക്ക് 2.25 ഇവിടെ എടുക്കുന്നത്. താഴെ വശത്ത് 2.25 എടുക്കുന്നുണ്ട്. കാരണം ഇച്ചിരി വിടർന്ന കഴുത്താണ് അവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറകെ കഴുത്തിന് വള്ളി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വിടർന്ന കഴുത്താണ് വെട്ടുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിറക്കം അടയാളപ്പെടുത്തി, കഴുത്തകലം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴിയാണ്. കൈക്കുഴി ഈ കൊച്ചിൻ്റെ 15.5 ആം ഹോൾ റൗണ്ട്. അപ്പോൾ അരയും കൂടെ കൂട്ടി നമുക്ക് 16 ആക്കുക. ലൂസ് അര കൂട്ടിയിട്ട് 16 ആക്കുക. അപ്പം 8 ഇഞ്ച്. 8 ഇഞ്ച് കിട്ടുന്ന പോലെ ആയിരിക്കണം നമ്മൾ കൈക്കുഴി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 5.5 ഇഞ്ച് കൈക്കുഴിയുടെ ഇറക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വരച്ചിട്ട് അളന്ന് നോക്കാം. 1/2 ഇഞ്ച് ഇവിടെ ഇട്ടാൽ നമുക്കിവിടെ 7.25 കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 5.25 എടുക്കണം. നമുക്കൊന്നോട്ട് അളന്ന് നോക്കാം. അപ്പം നമുക്കിവിടെ 8 കിട്ടുന്നുണ്ട്. നമ്മൾ കൈക്കുഴി 5.25 എടുത്തത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ണം ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്.
ഇനി വേസ്റ്റ് വണ്ണം വരുന്നത് 31. അപ്പോൾ നമുക്ക് 7.25. 7.25 നമുക്ക് 31ൻ്റെ 4 വണ്ണം. നമ്മളിവിടെ യൂസ് ഒന്നും കൂട്ടുന്നില്ല. അപ്പം 31ൻ്റെ 4 വണ്ണം 7.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. പിന്നെ ഇവിടെ നമ്മൾ പുറകു പീസ് ആയതുകൊണ്ട് നമ്മളൊരു ടക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് കൂടുതലിടണം. ഇനി നമ്മുടെ തയ്യൽ തുമ്പ്, ഇവിടെ നമ്മുടെ തയ്യൽ തുമ്പ്. അപ്പോൾ നമ്മുടെ പുറകുവശത്തെ കഴുത്തിൻ്റെ യു വരയ്ക്കണം. നമ്മൾ സിബൊന്നും കൊടുക്കുന്നില്ല, പകരം ഇവിടെ ഒരു ടക്കേ കൊടുക്കുന്നു. നമുക്ക് 7.25ൻ്റെ പകുതി ടക്കിനായിട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ ടക്കിൻ്റെ നീളം വരുന്നത് 4 ഇഞ്ചാണ്. അത് നമ്മൾ രേഖപ്പെടുത്തി. നമ്മൾ ടക്കിനായിട്ട് അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ യോക്ക് പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു 3/4 ഇഞ്ച് ചെരിച്ചു കൊടുക്കണം. നമ്മുടെ ഇറക്കത്തിൽ നിന്ന് നമ്മൾ 3/4 ഇഞ്ച് ഇതിലേക്ക്, ഇവിടെ ടക്ക് വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് ചെരിച്ചു വരയ്ക്കുക. അങ്ങനെ. അപ്പോൾ നമ്മൾ പുറകുവശത്തെ അളവെല്ലാം കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പുറകുവശത്തെ യോക്ക് പാർട്ടിൻ്റെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യണം. ഫ്രണ്ട് വശം കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിതിൻ്റെ ലൈനിങ്ങോടൊപ്പം തന്നെ കട്ട് ചെയ്യാം. നമുക്കിതിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ കഴുത്തിപ്പം കട്ട് ചെയ്യുന്നില്ല, നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്ത് കളയുക. ഇത്ര നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ മടക്കിയിട്ട ഭാഗം തന്നെ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഇത് കുറച്ചുകൂടെ അങ്ങോട്ട് എംബ്രോയ്ഡറി നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി, അതായത് ഈ എംബ്രോയ്ഡറി ഇല്ലാത്ത ഭാഗം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് വലിച്ചിട്ടു. അതിന് ശേഷം നമുക്ക് ഇതിപ്പം പുറകിലത്തെ പീസ് നമ്മൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിന് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എളുപ്പത്തിൽ ഇങ്ങനെ വരച്ചു നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിത് വരച്ചെടുക്കാം. ഷോൾഡർ, കൈക്കുഴി, വണ്ണം നമുക്ക് ഇച്ചിരി കൂടുതലിടണം, കാരണം പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കഴുത്തും വേറെയാണ്, 5.5 ഇഞ്ച് കൂടുതലിടുന്നുണ്ട്, അതായത് 1/2 ഇഞ്ചും കൂടെ നമുക്ക് കൂടുതലാണ്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം. 5.5 ഇഞ്ച് ഫ്രണ്ടിലത്തെ കഴുത്ത്, അകലം 2.5 ഇഞ്ച്, ഇവിടെ 2.25. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ഫ്രണ്ടിലത്തെ കൈക്കുഴി കുറച്ച് എടുത്ത് കളയണം. അപ്പോൾ നമ്മളത് വരച്ചു. ഇനി നമുക്ക് പ്രിൻസസ് കട്ടാണ്. ഈ കൊച്ചിൻ്റെ ബി പി പോയിൻ്റ് 8.5 8 + 9. നമുക്കിത് കട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ബി പി പോയിൻ്റ് 9 നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി 8.5 വേണ്ടത്, ഇവിടുത്തെ തയ്യൽത്തുമ്പ് കൂട്ടി 9 അടയാളപ്പെടുത്തി. ഈ അകലം വരുന്നത് 3.25.
അപ്പോൾ നമുക്ക് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി 4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ചാൽ എന്താ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി, 2.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വരച്ചു. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ പ്രിൻസസ് കട്ടിന് നമ്മൾ ഒരു ഷേപ്പ് കൊടുത്ത് ഇതിങ്ങനെ വരച്ചെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് 1/2 ഇഞ്ചോളം കട്ട് ചെയ്ത് കളയണം കൈക്കുട്ടിയിട്ട് കൊടുത്ത്. അപ്പോൾ ഇത്രയും നമുക്ക് ഇതെടുത്ത് കളയണം. ഇത്ര നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ഇതാണ് പ്രിൻസസ് കട്ട്. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു 3/4 ഇഞ്ച് ചെരിച്ച് കൊടുക്കണം. ഈ ടക്കിൻ്റെ അങ്ങോട്ട് നമ്മൾ 3/4 ഇഞ്ച് ചെരിച്ച് വെച്ചു. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത്രയും ഭാഗം നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഷത്തിൻ്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതാ അപ്പം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി ഇത് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ അപ്പം ലൈനിങ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്യില്ല. കാരണം നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടാണ് ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ മെയിൻ പീസിലാണ് കട്ട് ചെയ്തത്. ഇനി നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാതെയാണ് എടുക്കുന്നത്. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് സെപ്പറേറ്റ് ആക്കുന്നില്ല, അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആക്കുന്നത്. അപ്പോൾ നമുക്കിനി കഴുത്ത് തയ്ക്കാനുള്ള എക്സ്ട്രാ പീസും കൊണ്ട് എടുത്താൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇത് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസും കൂടെ കഴുത്തടിച്ച് മുറിക്കാനുള്ള എക്സ്ട്രാ പീസും കൂടെ എടുക്കാം. നമ്മുടെ പുറകുവശത്തെ കഴുത്തടിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾ മുൻവശത്തെ കഴുത്തടിക്കാനുള്ള ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ തുണിക്ക് കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസ് കൊടുക്കുന്നില്ല. നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ കഴുത്തിന് കൊടുക്കാനുള്ള പീസും കൂടെ, അതായത് ക്രോസ് പീസ് അതും കൂടെ കൊടുക്കും. നമുക്ക് അനാർക്കലി ചുരിദാർ തയ്ച്ച് തുടങ്ങാം. അതിന് നമുക്ക് താഴത്തെ വശം ഞുറിയിടേണ്ട പാർട്ട് നമുക്ക്
ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാം. എന്നിട്ട് വേണം നമുക്ക് ഞൊറിയിലിട്ട് കൊടുക്കാൻ. അപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഞൊറി ഇട്ട് കൊടുക്കാം. ചെറിയ ഞൊറി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സൈഡ് വശം കുറച്ച് എംബ്രോയ്ഡറി ഇല്ലാത്ത വശമുണ്ട്. അത് നമ്മൾ ഒഴിവാക്കിയിട്ട് എംബ്രോയ്ഡറി ഉള്ള വശം മാത്രമാണ് നമ്മൾ ഞൊറി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അരവണ്ണത്തിന്, അതായത് വേസ്റ്റ് വണ്ണത്തിന് നമുക്ക് 31 ഇഞ്ച് വണ്ണം വേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പാർട്ടയിൽ 15 കിട്ടുന്ന പോലെ നമ്മൾ ഞൊറി ഇട്ട് കൊടുക്കുക. നമുക്ക് ആ എംബ്രോയ്ഡറി ഉള്ള ഭാഗം നമ്മൾ ഞൊറിയിട്ട് തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറകുവശത്തെ പാർട്ടും കൂടെ നമുക്ക് ഞൊറിയിട്ട് എടുക്കണം. എന്നിട്ട് കാണിക്കാം. നമ്മളങ്ങനെ ഞൊറിയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അളന്ന് നോക്കാം. നമ്മുടെ പാകത്തിനുള്ള നമുക്ക് വേണ്ട വണ്ണം കിട്ടിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ അളന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 15.5 31ൻ്റെ പകുതി 15.5. അപ്പോൾ നമുക്കിവിടെ 16 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറകു പീസും കൂടെ തയ്ച്ചെടുക്കാം. നമുക്കിനി ലൈനിങ്ങിൻ്റെ അടിവശവും കൂടെ തയ്ച്ച് വെക്കണം. അപ്പോൾ നമുക്കത് രണ്ടാക്കി മടക്കി അടിച്ചു വെക്കാം. അപ്പം നമ്മൾ പുറകിലത്തെ മുന്നിലത്തെ പീസ് ഞൊറിയിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈ അപ്പോൾ നമ്മൾ നമുക്ക് അടിച്ചെടുക്കാം. കൈയുടെ അടിവശം 1/4 ഇഞ്ച് വീതിയിൽ നമുക്ക് മടക്കി അടിച്ച് ഞൊറിയിട്ട്, ഇത് ഫുൾ ലെങ്ത് ആണ് കൈ. അപ്പം കൈക്കിയുടെ തുണിക്ക്, അതായത് ചുരിദാറിൻ്റെ തുണിക്ക് അത്യാവശ്യം കട്ടിയുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് വെക്കുന്നില്ല. നമ്മൾ അടിവശം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞൊറിയിട്ട് വെക്കാം. മുകൾ വശത്ത് ഇവിടെ നമ്മൾ ഞൊറിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വെച്ചിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഞൊറിയിട്ട് വെക്കാം. നമ്മൾ ഞൊറിയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിലത്തെ കഴുത്ത് തയ്ക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ പ്രിൻസസ് കട്ട് മെയിൻ പീസിൽ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തത്. നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ലൈനിങ്ങിൻ്റെ പുറത്ത് ഫ്രണ്ട് പീസിൻ്റെ പ്രിൻസസ് കട്ട് ചെയ്ത ആ മെയിൻ ഭാഗം മാത്രം നമ്മൾ എടുത്തു വെച്ചു. അതിന് ശേഷം നമ്മൾ കഴുത്ത് തയ്ക്കാൻ പോകണം. എല്ലാം കൃത്യം വെച്ചിട്ട് നമ്മളിനി എക്സ്ട്രാ പീസ് നമ്മൾ അതിൻ്റെ സൈഡെല്ലാം അടിച്ച് നമ്മൾ കറക്റ്റ് ഇട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് കഴുത്തടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നില്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ അടിക്കും. ലൈനിങ്ങകത്തിന് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മുടെ മെയിൻ പീസ് വെച്ചു. അതിൻ്റെ മുകളിൽ നമ്മൾ
എക്സ്ട്രാ പീസ് വെച്ച് അങ്ങനെയാണ് നമ്മൾ കഴുത്തടിക്കാൻ പോകുന്നത്. അടിച്ചെടുക്കാം. നമ്മൾ കഴുത്തടിച്ചിട്ട് ഇനി നമുക്കിത് ഈ പീസ് കട്ട് ചെയ്ത് കളയാം. നമ്മളങ്ങനെ രണ്ട് കഴുത്ത് അടിച്ചെടുത്ത് നമുക്കിത് മറച്ചടിക്കണം. കട്ട് കൊടുത്തിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചീത്ത വശത്തേക്ക് മറിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് പതിച്ചെടുക്കാം. നമ്മൾ കഴുത്ത് പതിച്ചടിച്ചെടുക്കുകയാണ്. ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കഴുത്തടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എക്സ്ട്രാ പീസ് നമ്മൾ ഒന്നെങ്കിൽ തുന്നിയെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ഈ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കറക്റ്റ് ചെയ്യാം. ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ നമുക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഇങ്ങനെ നമ്മൾ മെയിൻ പീസ് മാറ്റിയിട്ടിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കണം. ഇത് കൈത്തയിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിച്ച് വെച്ചാലും മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ പീസ് നമുക്ക് ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യണം. നമ്മുടെ യോക്കിൻ്റെ മെയിൻ പീസ് നമ്മൾ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്.
നമ്മളത് അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് സൈഡ് പീസ് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലൈനിങ് കൂട്ടി മുറിക്കുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. നമ്മളത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് നമ്മൾ ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് മുറിച്ചെടുത്ത സൈഡ് പീസ്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് അടിക്കണം. അങ്ങനെ വിടാം. അപ്പോൾ ഈ പീസ് നമ്മൾ ഇങ്ങനെ അടിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പീസ് തിരിഞ്ഞു പോകാതിരിക്കും. നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുന്ന ആ പീസ് നമുക്ക് തിരിയാതെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടും. തുടക്കക്കാരാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ തന്നെ അടിക്കണം. എന്നാലാണ് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ പീസ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ലൈനിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. ലൈനിങ്ങിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. നമ്മളത് ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് മുറിച്ചെടുക്കും. നമ്മൾ കഴുത്തടിച്ചെടുത്തു. പ്രിൻസസ് കട്ടിൻ്റെ പീസ് നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മളിത് ജോയിൻ ചെയ്യുകയാണ്. നമ്മൾ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് 9 ഇഞ്ച്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇത് കൃത്യമായിട്ട് നമുക്ക് അവിടെ വരുന്നല്ലേ ആയിരിക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഈ പീസിൽ നമ്മൾ അതിന് ചേർത്ത് വെച്ച് അടയാളപ്പെടുത്തുക. അപ്പോൾ അതുപോലെ ഇപ്പുറത്തെ പീസിൽ നമ്മളിത് ചേർത്ത് വെച്ചിട്ട് അത് കറക്റ്റ് ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തും. അപ്പോൾ ഈ പോയിൻ്റ് തമ്മിലായിരിക്കും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത്. അല്ലാതെ ഇവിടെ നിന്ന് തുടങ്ങരുത്. കൈക്കുഴിയുടെ അവിടെ നിന്നോ താഴേന്നോ നമ്മൾ തുടങ്ങരുത്. ഈ പോയിന്റിൽ നിന്നായിരിക്കണം നമ്മൾ പ്രിൻസസ് കട്ട് അടിക്കാനുള്ള പോയിന്റ് ആരംഭിക്കേണ്ടത്. അടിപ്പ് നമുക്ക് തുടങ്ങാം. നമുക്ക് നോച്ചിട്ട് വെക്കാം. ഇവിടെ നമ്മൾ 9 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഈ നോച്ച് വെക്കുന്ന ഭാഗം നമ്മൾ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് കൃത്യം പോയിൻ്റ് മാറാതെ കറക്റ്റ് കിട്ടും. ഇനി നമ്മൾ ഈ കഷക്കുഴിയുടെ അങ്ങോട്ട് അടിക്കാം. ഒഴിക്കാതെ പതുക്കെ അടിച്ച് കൊടുക്കാം. അങ്ങോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ടാണ് അടിക്കേണ്ടത്. നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ ആ താഴത്തെ സൈഡിലേക്ക് ഈ പീസ് വലിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ പോയിൻറ്റിൻ്റെ അവിടെ തുടങ്ങണമെന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല, നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ലൈനിങ് മാത്രമാണ് കൂടുതൽ വന്നിട്ടുള്ളത്.
ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിൻറ്റിൻ്റെ അവിടെയാണ് തുടങ്ങേണ്ടത്. വെച്ചിട്ട് കൊടുത്ത് വെച്ച് നമ്മൾ കൃത്യം അവിടെ വെക്കുന്നു, അവിടെ അടിക്കാൻ തുടങ്ങും. അപ്പോൾ കാരണം എല്ലാവരും ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുക. പക്ഷെ സൈഡിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വലിഞ്ഞു പോകും. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടിൻ്റെ പീസ് നമ്മൾ അടിച്ചു ചേർത്തു. ഇനി നമുക്കതിൽ കൂടെ പതിച്ചെടുക്കണം. പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇപ്പുറത്തെ പീസ് പതിച്ചെടുക്കണം. രണ്ട് സൈഡും പതിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറാണ് കൂട്ടി വയ്ക്കേണ്ടത്. ഇനി ഫ്രണ്ട് വശം നമുക്ക് കൈക്കുഴിയുടെ അവിടെ കുറച്ച് കട്ട് ചെയ്ത് കളയണം, ഒരു ഷേപ്പിന് വേണ്ടി. ലൈനിങ്ങിൻ്റെ നീണ്ടു നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമ്മൾ ഷോൾഡറാണ് കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ പുറകു പീസിൽ നമുക്ക് കഴുത്ത് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടക്കിടണം. ഒരു ടക്കിടുന്നുണ്ടായിരുന്നു 4 ഇഞ്ചിൽ. പ്രാവശ്യം നമ്മൾ ടക്കെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിന് വള്ളി പിടിപ്പിക്കണം. പിന്നെ നമ്മൾ ക്രോസ് പീസ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ വള്ളിയെല്ലാം തയ്ച്ചു കഴിഞ്ഞു. നമുക്കത് പുറകിലത്തെ കഴുത്തിലേക്ക് പിടിപ്പിക്കാം. നമ്മൾ വള്ളിയുടെ താഴെ ഇങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട്, തൊങ്ങൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കഴുത്തിലേക്ക് പിടിപ്പിക്കാം. ഇത് ആ കൊച്ചിനൊരു ഇഷ്ടമായിട്ടാണ്, കാരണം ഫാഷൻ പോയി എന്നാലും അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് നമ്മൾ വള്ളി കൊടുക്കുന്നത്, ഡോറി കൊടുക്കുന്നത്. നമ്മൾ ഷോൾഡറിൽ നിന്നും 2.25 ഇഞ്ച് താത്തിയിട്ടാണ് നമ്മൾ
വള്ളി വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ തൊങ്ങൽ 2 ഉണ്ട്. നമുക്കിനി ഷോൾഡർ കൂട്ടി വയ്പ്പിക്കാം. നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് ഒളിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അത് കാണാതെ അടിക്കാമായിരുന്നു, അതായത് ഉള്ളിലാക്കി അടിക്കാമായിരുന്നു. നമ്മളിപ്പോൾ ഓവർലോക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് തുമ്പൊളിപ്പിച്ചല്ല അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെസ്റ്റ് വണ്ണൊന്ന് അടയാളപ്പെടുത്തണം. നമുക്ക് 34 ചെസ്റ്റ് വണ്ണം. അപ്പോൾ അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 38 വന്നു. 38ൻ്റെ 4 ഭാഗം എന്ന് പറഞ്ഞത്, അപ്പോൾ 38ൻ്റെ 4 ഭാഗം നമുക്ക് 9.5 അപ്പോൾ 9.5 ഇഞ്ച് നമുക്ക് ചെസ്റ്റ് വണ്ണത്തിനായിട്ട് അടയാളപ്പെടുത്തണം. 9.5 അടയാളപ്പെടുത്തുന്നുണ്ട്. താഴെ വശത്ത് നമുക്ക് 7.25 അപ്പം 15.5. ഒരു വശത്താണ് നമുക്ക് 15.5 വന്നു. അപ്പോൾ 7.25 നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. അപ്പുറ വശത്തും അതുപോലെ തന്നെ നമ്മൾ കൈ പിടിപ്പിക്കുന്നതിന് മുമ്പ് വണ്ണം അടയാളപ്പെടുത്തി കറക്റ്റ് ചെയ്യണം. ഇനി നമ്മൾ കൈയാണ് പിടിപ്പിക്കുന്നത്. നമുക്കിനി കൈ പിടിപ്പിക്കാം. നമ്മൾ ഞൊറിയൊക്കെ ഇട്ട് കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്ക് കൈയിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം. ഷോൾഡറിലേക്ക് കൈ പിടിപ്പിക്കാം. ഒരു കൈ പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കൈ വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്ത കൈ കൊണ്ട് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ കൈ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ ഞൊറി വെച്ച പീസാണ് നമ്മളെ ചുരിദാറിൻ്റെ യോക്ക് പാർട്ടിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഞൊറി വെച്ച ഭാഗം നമ്മൾ യോക്ക് പാർട്ടിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ
ഇതിൻ്റെ നടുവശം, അതായത് ഫ്രണ്ട് വശത്തെ രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഒരു നോച്ചിട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഞുറിയിട്ടെടുത്ത് വെച്ചേക്കുന്ന പീസ് എടുത്തിട്ട് അത് രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് ഈ ഞുറി രണ്ടും കൂടെ കൂട്ടിപ്പിടിക്കുക. ഈ നമ്മൾ ഡിസൈൻ ഇല്ലാത്ത ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട്, ഇതാ ഇത്രയും ഭാഗം. അതുകൂടാതെ നമ്മൾ ഈ ഞുറിയിട്ട ഭാഗം ഒന്നിച്ച് പിടിക്കുക. അതിനുശേഷം അതിൻ്റെ നടുക്ക് നമ്മളൊരു നോച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ നോച്ചിട്ടതും ഞുറിയുടെ നോച്ചിട്ടതും ഈ യോക്ക് പാർട്ടിൻ്റെ നോച്ചിട്ടതും കൂടെ ചേർത്തിട്ട് നമ്മൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ സൈഡിലേക്ക് അടിക്കുകയാണ്. നമുക്ക് അപ്പർ സൈഡും കൂടെ അടിക്കാം, എന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഞുറിയിട്ടത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശത്തും ഇതുപോലെ തന്നെ ചെയ്യണം. എന്നിട്ട് ശേഷം സൈഡ് അടിച്ച് അടിവശം അടിച്ചാൽ നമ്മുടെ അനാർക്കലി ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഞാനത് അടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ പ്രിൻസസ് അനാർക്കലി ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചുരിദാറിൻ്റെ അനാർക്കലി ചുരിദാറിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്